ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് തോൽവിയോടെ മടക്കം. സൂപ്പർ പോരാട്ടത്തിൽ മയാമിയെ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG. ഇരട്ട ഗോളുകളുമായി തിളങ്ങി പോർച്ചുഗീസ് യുവതാരം യാവോ നെവസ്. സൂപ്പർ താരനിരയ്ക്കും യൂറോപ്യൻ ചാമ്പ്യന്മാരെ പിടിച്ചുകെട്ടാനായില്ല. PSG ക്വാർട്ടറിൽ ലിയോണൽ മെസ്സി, ലൂയിസ് സുവാരസ്, സെർജിയോ ബുസ്കറ്റ്, ജോർഡി ആൽബ അടങ്ങിയ വമ്പൻ താരനിരയുണ്ടായിരുന്നെങ്കിലും ഇന്റർ മയാമിക്ക് ലൂയി എൻറിക്കോയുടെ PSG-യെ തളച്ചിടാനായില്ല. മയാമിക്കെതിരെ യൂറോപ്യൻ ചാമ്പ്യന്മാർ അടിച്ചുകൂട്ടിയത് 4 ഗോളുകൾ. പോർച്ചുഗീസ് യുവതാരം യാവോ നവാസ് ഇരട്ട ഗോളുകളുമായി തിളങ്ങി. ആദ്യ പകുതിയിൽ PSG അടിച്ച 4 ഗോളിന് രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാൻ ഇറങ്ങിയ മയാമിക്കെതിരെ എൻറിക്കോയുടെ സംഘം തീർത്തത് പ്രതിരോധ കോട്ട. മെസ്സിയുടെ ഷോട്ടുകൾ തടുത്തിട്ട് ഡൊണ്ണറുമയും സുവാരസിനെ പൂട്ടി ഹക്കീമി നയിക്കുന്ന പ്രതിരോധ നിരയും. മത്സരത്തിലുടനീളം PSG-യാണ് ആധിപത്യം പുലർത്തിയത്. രണ്ടാം പകുതിയിൽ PSG-യെ പ്രതിരോധിക്കാൻ സാധിച്ചത് മാത്രമാണ് മയാമിയുടെ നേട്ടം. ജൂലൈ 5-ന് നടക്കുന്ന ക്വാർട്ടറിൽ ബ്രസീലിയൻ ക്ലബ് ഫ്ലമോങ്കയെ തകർത്തെത്തുന്ന ബയൺ മ്യൂണിക്കാണ് PSG-യുടെ എതിരാളികൾ. മത്സരശേഷം മെസ്സി തന്റെ മുൻ ക്ലബ്ബായ PSG-യിലെ താരങ്ങളുമായി സൗഹൃദ സംഭാഷണത്തിന് ശേഷമാണ് മടങ്ങിയത്. ജേഴ്സികൾ കൈമാറി മെസ്സിയും ഹക്കീമിയും. മെസ്സിയുടെ ജേഴ്സി ചോദിച്ചു വാങ്ങി ഉസ്മാൻ ഡെംബേലെ. പ്രീ ക്വാർട്ടർ തോൽവിയിലും തല ഉയർത്തിയാണ് മെസ്സിയും സംഘവും മടങ്ങുന്നത്. ഒരു യൂറോപ്യൻ ടീമിനെ മയാമി പരാജയപ്പെടുത്തിയ ടൂർണമെന്റ് കൂടിയായിരുന്നു കടന്നുപോയത്. മത്സരശേഷം മെസ്സി പങ്കുവെച്ച കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. ടൂർണമെന്റിൽ പ്രീ ക്വാർട്ടർ വരെ എത്തിയത് അഭിമാനത്തോടെയാണ് കാണുന്നതെന്നും ഇനി മുഴുവൻ ശ്രദ്ധയും മേജർ ലീഗ് സോക്കറിലാണെന്നും മെസ്സി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.